അപ്പോൾ നമുക്കിന്ന് സദ്യക്ക് കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളി കാളൻ എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ കായ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവുന്ന വരെ അടച്ചു വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയതും 2 പച്ചമുളകും 1/4 ടീസ്പൂൺ ജീരകവും ആവശ്യത്തിന് കുരുമുളകും ഇട്ട് ഇത്തിരി വെള്ളവും ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ കായ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ കായയിലേക്ക് ഇത്ര വെള്ളം വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് ഊറ്റിക്കളയാം. ഇപ്പോൾ ഞാൻ ആ വെള്ളം എടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഈ തേങ്ങയുടെ അരപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് ഒരു 1/4 കപ്പ് തൈര് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കടുകും വേപ്പിലയും 2 വറ്റൽമുളകും ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ നല്ല സദ്യക്ക് കൂട്ടാൻ പറ്റിയ അടിപൊളി കാളൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.